ഫ്രണ്ട്സ്, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ ഓവർ തിങ്കിങ്ങിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത് അതിലിങ്ങനെ വറീഡ് ആയിക്കൊണ്ടിരിക്കും. ഇനി ചിലരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ ഫ്യൂച്ചറിനെ കുറിച്ച്, അതായത് ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് ചിന്തിച്ച് ഒരു ആൻഷ്യസ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് മാറും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഓവർ തിങ്കിങ് സംഭവിക്കുന്നത്, അതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോ രീതിയിലാണ്. ചിലരെ സംബന്ധിച്ച് ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ അവരിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരു കാര്യത്തെ ഫേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്കതിന് പറ്റുമോ, അയ്യോ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇനി എന്ത് ചെയ്യും, അതായത് ഈ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് പോയി കൂടുതൽ വറീഡാകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഇനി ചിലരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നവരുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈം വരട്ടെ എന്നിട്ട് പ്രവർത്തിക്കാം എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം അതെന്താവും, ഓവർ തിങ്കിങ് ആവും. അതിലൂടെ നമ്മൾ കൂടുതൽ ഡിപ്രസ്ഡ് ആവും. അപ്പോൾ അവിടെ ആക്ഷൻ എടുക്കാൻ നമ്മളെ വൈകിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തു വരാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ 5 മിനിറ്റിൽ കൂടുതൽ ചിന്തിക്കാൻ പാടില്ല. എന്താണോ നമുക്ക് ചെയ്യേണ്ടത് ആ ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തോറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അതിൽ നിന്നൊരു പാഠം നമുക്ക് പഠിക്കാൻ കഴിയുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അതിലിങ്ങനെ തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കാതെ നമ്മൾ പെട്ടെന്ന് ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങളുടെ മൈൻഡിനെ ഇങ്ങനെ കുഴപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി കുളമാക്കാതെ ഒരു പേപ്പറിലേക്ക് അത് എഴുതുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം അതാദ്യം എഴുതുക. അതിന് നിങ്ങളുടെ മുൻപിലുള്ള ഓപ്ഷൻസ് എന്താണ് അത് എഴുതുക. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്താണ് എടുക്കാൻ പോകുന്നത് അത് എഴുതുക. ഇങ്ങനെ എഴുതി വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, കൺഫ്യൂഷൻ കുറയും. കൺഫ്യൂഷൻ കുറയുമ്പോൾ ഓവർ തിങ്കിങ് കുറയും. പിന്നീട് നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്, ക്ലാരിറ്റിയാണ്. ആ ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് ആക്ഷൻ എടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യത്തിലും വിദഗ്ധരായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല, നമുക്കൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെയെങ്കിൽ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഇത് നമുക്ക് നടക്കാത്ത കാര്യമൊന്നുമല്ല. കാരണം ഇന്ന് നമുക്ക് ഈ ലോകം തന്നെ നമ്മുടെ കൈവെള്ളയിൽ നിൽക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മൊബൈൽ ഫോണിലൂടെ തന്നെ നമുക്ക് ആരെയും ഇന്ന് കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കും നമുക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളൊരു ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാകട്ടെ അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകട്ടെ, അതിൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർക്കും പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവർക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ടായിരിക്കും അവർ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അഭിനയിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് യാതൊരു ധാരണയും അവർക്കുണ്ടാവില്ല. ഇത് നമ്മളെ മിസ്ലീഡ് ചെയ്യുവാനായിട്ട് കാരണമായി മാറും. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആളുകളെ നമ്മുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അടുത്ത വഴി എന്ന് പറയുന്നത്, ഈ ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുക. അതായത് ഈ ഓവർ തോട്ട്സ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സ്വയം ചോദിക്കുക, ഈ ചിന്തകൾ എന്നെ സഹായിക്കുന്നതാണോ അതോ എന്നെ പിന്നോട്ടേക്ക് വലിക്കുന്നതാണോ? നമ്മെ സഹായിക്കുന്ന രീതിയിലുള്ള ചിന്തകളാണെങ്കിൽ അതിനെ നിലനിർത്തുക. നമ്മളെ ആൻഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റുന്ന ചിന്തകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ചിന്തകളെ നിർത്തി ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, ജയമായിരിക്കാം തോൽവിയായിരിക്കാം, ഉടൻ തന്നെ ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഈ ഓവർ തിങ്കിങ് എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ് ഈ ഓവർ തിങ്കിങ്. എന്നാൽ അങ്ങനെയല്ല. നമ്മളൊരു ആക്ഷൻ എടുക്കാൻ പോകുന്നതിൽ നിന്ന് നമ്മളെ പിറകോട്ടേക്ക് തിരിക്കുന്ന അല്ലെങ്കിൽ പിറകോട്ടേക്ക് വലിക്കുന്ന ഒരു ശീലമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യുന്നത് ഒരിക്കലും ഓവർ തിങ്കിങ് അല്ല, മറിച്ച് നമ്മൾ ആക്ഷൻ എടുക്കുന്നതിലൂടെയാണ്. വിജയികളുടെ ജീവിതങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യുന്നവരല്ലായിരുന്നു, പെട്ടെന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നവരായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ വഴികളിലൂടെ ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കുക, ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു ഗോൾ സെറ്റിംഗ്സ്, അതുപോലെ തന്നെ സെൽഫ് മാസ്റ്ററി, ഇവയൊക്കെ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്.